എവിടെ പോയിരുന്നു? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതാ. മോള് പറയേ, അവനെവിടെ മോളെ കൊണ്ടുപോയത്? എന്താ മോളെ? അവൻ എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടു പോയെന്ന് ചെറിയമ്മയ്ക്ക് അറിയണോ? മോള് പറയേ. മോള് പറയാതെ ഞാൻ എങ്ങനെ അറിയും? പറയും മോളെ. കുട്ടി, ഞാനൊരു സ്കിൻ ഡോക്ടർ അല്ല. ഐ എം എ ഗൈനക്കോളജിസ്റ്റ്. കുട്ടിയുടെ വിർജിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അതിന് ഇഞ്ചക്ഷൻ എടുക്കണം. നീ കുറെ കാലം രാജുവിന്റെ വീട്ടില് അവന്റെ മുറി തന്നെയല്ലേ കഴിഞ്ഞത്? അവനൊരാണും നീ ഒരു പെണ്ണും തന്നെയല്ലേ? എത്ര തവണ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീയും അവനും പറഞ്ഞാലും അതൊക്കെ വെറും പച്ച കള്ളമല്ലാന്ന് എന്താ ഇത്ര ഉറപ്പ്? വേണ്ട മോളെ, ചെറിയമ്മയ്ക്ക് ഇനി ഒന്നും കേക്കണ്ട. അവന്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാലേ അറിയാം അവനൊരു ഫ്രോഡാണെന്ന്. അല്ല, ഈ പ്രതാപേട്ടന് ഇതെന്തു പറ്റി? ഈ ഇലക്ഷൻ തിരക്കിനിടയ്ക്ക് ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതായോ? മകളെ കെട്ടിച്ചു കൊടുക്കാൻ കണ്ടെത്തിയ ചെറുപ്പക്കാരൻ. ബെസ്റ്റ് പ്രപ്പോസൽ തന്നെ. മോളെ, എന്തായാലും ഇതൊരു അവസരം തന്നെയാ. ഇതോടെ ഇത് അവസാനിപ്പിക്കണം. അവൻ ഇനി മേലാൽ ഞാനും രാജുവും കല്യാണം കഴിച്ചവരെ പോലെ ജീവിച്ചതല്ലേ? അതൊക്കെ ഓർക്കുമ്പോ അച്ഛന് വിഷമാവൂന്ന് രാജു പറയുന്ന. ദേ, അവനെ വിളിക്കുന്ന റോഹൻ. അവന്റെ ഒരു പ്രേമം. അവള് കോള് കട്ട് ചെയ്തല്ലോ. അവനെ ഞാൻ കൊല്ലും. നിനക്കേ വിയ്യൂരും പൂജപ്പൂരും ഒക്കെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എടാ, അവിടെ ഇല്ലടാ സെൻട്രൽ ജയില്. ഒരു ജയിലിലും കയറാതെ ഒരാളെ തീർക്കാനുള്ള പണിയൊക്കെ എനിക്കറിയാമേ. ഞാനതങ്ങ് ചെയ്യും. എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നോട് ആലോചിക്കാതെ ഒരു കാര്യവും നീ ചെയ്തേക്കരുത്. നിനക്കിത്തിരി എടുത്തുചാട്ടം കൂടുതലാ. അല്ല, അതുകൊണ്ടുള്ള ഫലം ഞാൻ കൂടി അനുഭവിക്കുന്നുണ്ടല്ലോ. എടാ, ഹൃതികയുടെ പുറകെ വാലാട്ടി നടക്കുന്ന ആ രാജു എന്ന നായയല്ല നമ്മുടെ ഇപ്പോഴത്തെ ശത്രു. ഈയിടെ എവിടുന്നോ അവതാരം എടുത്തു വന്ന റോഹൻ എന്ന ദ്രോഹിയില്ലേ, അവനാ ഇപ്പൊ നമ്മുടെ ശത്രു. റോഹനെയാ ആദ്യം ഒതുക്കേണ്ടത്, അല്ലാതെ രാജുവിനെ അല്ല. അവന്റെ ജാതകം ഞാൻ തിരുത്തി എഴുതും. അക്കാര്യത്തിലേ നീ പേടിക്കണ്ട. നീയേ ആ റോഹന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക. മറ്റുള്ളവരുടെ സംസാരം ഒളിച്ചെന്ന് കേൾക്കുന്നുടി. പറയടി. ഞാൻ ഇതുവഴി വന്നപ്പോ എടി, ഈ വഴി എന്താടി? പെരുവഴി അമ്പലോ? അവള് വന്ന് പാറാവ് നിൽക്കുന്നു. ഞാനും അമ്മയും തമ്മില് ഇവിടെ എന്താ സംസാരിക്കുന്ന അറിയാൻ ഒളിച്ചു നിന്നതാ ഇവിടെ. അയ്യോ, ഞാൻ ഒളിച്ചു നിന്നതല്ല. എന്താ അടിച്ചു നിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും.
ഇവളെ ഋതിക നിയോഗിച്ചതായിരിക്കും നമ്മുടെ ന്യൂസൊക്കെ പിടിക്കാൻ. ദേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുതേ. എന്നെ ആരും ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല. കള്ളത്തരം പറയുന്നോടി. ദേ ചവിട്ടി എല്ലൊടിക്കുന്നിന്റെ നാരകം. ഈ നാശം പിടിച്ചവളെ ഏത് നേരവും കീറിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെയും കാണുമ്പോഴേ എന്റെ സർവാംഗവും വിറയ്ക്കുക. പല പൂച്ചക്കുഞ്ഞും ആയിരുന്നെങ്കിലേ ചാക്കി കെട്ടി എവിടെയെങ്കിലും കൊണ്ട് കളയായിരുന്നു. എടാ, ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും? എടി, എന്നെ സ്കാൻ ചെയ്യാതെ എന്റെ മുമ്പിൽ നിന്ന് പോടി. എനിക്ക് ജീവിതത്തില് ഒരു മനസമാധാനവും ഇല്ല രാജു. എന്റെ ലൈഫ് ഇങ്ങനെ കായിപ്പോയി. ആ റോഹന്റെ ശല്യം കൂടുക. ഏത് നേരവും ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു. അവന്റെ ഉപദ്രവം കാരണം ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാ. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അവൻ എന്നെ വീണ്ടും തിരക്കി വരും. അവനെ കല്യാണം കഴിക്കേണ്ടി വന്നാ ഞാൻ മരിക്കും. മാഡം, മരിക്കാനൊക്കെ എനിക്ക് വലിയ പേടിയാ രാജു. പക്ഷെ മരിക്കല്ലാതെ മറ്റു ഒരു മാർഗവും ഇല്ലല്ലോ. മാഡം